Laughter and meaningful messages make every celebration complete. Presenting an entertaining skit by our talented colleagues. Welcome Arun Kumar and team. വെള്ളിത്തിരയിൽ ഒട്ടനവധി വേഷങ്ങൾ കൊണ്ട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ച അതുല്യ കലാകാരൻ ശ്രീ സലീം കുമാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പ്രണാമം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, പരിപാടി തുടങ്ങാൻ പോവുകയാണ്. പേര് കൗണ്ടറിലെ കാവൽക്കാരൻ. സമയം രാവിലെ 9:30. ഹലോ, ഇന്ന് ബാങ്ക് ഉണ്ടോ? ഉണ്ട്, വർക്കിംഗ് ആണ്. മാനേജർ ആത്മരാജ് ഉണ്ടോ? ആത്മരാജ് സാർ ഇപ്പൊ എത്തും. എന്താ കാര്യം? അത് ഞാൻ മാനേജറോട് പറയാം. കാര്യം അറിയിച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഇവിടെ പറയുന്ന കാര്യം അവിടെ പോയി പറയുന്നത് അത്ര നല്ല ശീലമല്ല. സാർ ആള് കൊള്ളാലോ. അല്ല, സാറിന്റെ സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. ഈ മാസത്തെ റെന്റ് കയറിയോ അറിയാനാണ്. കെട്ടിടം എന്റെ ആയി പോയില്ലേ. സാർക്ക് അറിയാലോ അത് 1-ാം തീയതി കയറി എന്നുള്ളത്. അതൊക്കെ അറിയാം. എന്നാലും ഇവിടെ വന്ന് ചോദിക്കാതെ ഒരു ത്രില്ലില്ല. മാനേജർ വന്നാ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. എന്തിന്? ചുമ്മാ ഞാൻ ഈ നാട്ടിലെ ഒരു പ്രമാണിയായി പോയില്ലേ. സാറേ, പറയുന്ന പോലെ നമ്മുടെ മാനേജർ അവിടെ പോയി. ആത്മരാജ് PP എന്ന നമ്മുടെ മാനേജർ ആളൊരു സംഭവമാണ്. ജോലിയോടൊപ്പം കുടുംബത്തെയും കൊണ്ടുപോകാൻ ആളെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ സാറെ കണ്ടു വേണം പഠിക്കാൻ. കുഡോസ് ടു അവർ വൺ ആൻഡ് ഓൺലി ആത്മ സാർ. ആത്മ സാറേ, ഇതെന്തു പറ്റി? ഒന്നും പറയണ്ട. ഇന്നലെ എന്റെ വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട? ഓ, സാറത് മറന്നു കാണൂല്ലേ? ഇല്ല, മറന്നില്ല. പക്ഷേ അത് വിവാഹ വാർഷികമായിരുന്നില്ല, ഭാര്യയുടെ പിറന്നാളായിരുന്നു. അപ്പൊ ഇതാണ് വർക്ക് ലൈഫ് ബാലൻസ് അല്ലേ സാറേ? അതെ അതെ. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഹലോ, ഇന്ന് ബാങ്ക് ഉണ്ടോ? ഉണ്ടല്ല സാർ. അപ്പോ ഇന്ന് ശനിയാഴ്ച ആയിട്ട് നിങ്ങൾക്ക് ലീവില്ല? ഫ്രൈഡേ ബാങ്കിങ് വന്നിട്ടില്ല അല്ലേ? ഇല്ല സാർ. രാവിലെ തന്നെ ഫ്രൈഡേ ബാങ്കിങ് ഓർമ്മിച്ചു. മൂട് പോയി കണക്ഷൻ ലോസ്റ്റ്. നമ്മൾ അനാഥരാണ്. ഹലോ സൂര്യ, ഇന്ന് ലേറ്റ് ആണോ? അല്ല സാറേ, സെർവന്റ് ലീവ് ആയ കാരണം കുട്ടിയെ നോക്കാൻ ആളില്ല. അതുകൊണ്ട് ഞാനിന്ന് ലീവാണ്. ചേട്ടാ, HR വിളിച്ചൊരു ഡെപ്യൂട്ടേഷൻ ചോദിക്കും സാറേ. സാറേ, ഒരാൾ ലീവാണ്. ഡെപ്യൂട്ടേഷൻ കിട്ടുമോ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. നിങ്ങളുടെ സർവീസ് മാനേജരെ ഞാൻ വേറെ ബ്രാഞ്ചിൽ ഡെപ്യൂട്ടേഷൻ അയച്ചിട്ടുണ്ട്. ഹലോ. അയ്യോ, ആളെ കിട്ടിയതുമില്ല, ഉള്ളത് പോവുകയും ചെയ്തു. സാറേ, ഇതിൽ 5000 ഉണ്ട്. 2000 അക്കൗണ്ടിൽ അടിക്കണം, 1800 ATM-ലും, ബാക്കിയുള്ളത് ഈ പാസ്ബുക്കിലും. പിന്നെ സബ്സിഡി വന്ന 1300 എനിക്ക് വേണം. എന്നാ പിന്നെ അത് കുറച്ചിട്ട് ബാക്കി തന്നാ പോരെ? ഇത് എന്റെ പൈസ, എനിക്ക് വേണ്ടത് സബ്സിഡി വന്ന പൈസ. മനസ്സിലായില്ല അല്ലേ? അതായത് ഉത്തമനോ? അല്ല സാറേ, എല്ലാം മനസ്സിലായി, ഒന്നും പറയണ്ട. ഞാൻ കണ്ണട എടുത്തിട്ടില്ല. ഒന്ന് എഴുതി തരാമോ സാറേ? ഞാൻ ഇപ്പൊ വരാം. എനിക്ക് വേറൊരു ചെറിയ ലോൺ വേണമായിരുന്നു സാറേ. ലോൺ തരണമെങ്കിൽ സിബിൽ നന്നാവണം. സിബിലോ? ആരാവൻ? അങ്ങനെ അവൻ നന്നായിട്ട് എനിക്ക് ലോൺ വേണ്ട. അതല്ല, നിങ്ങളുടെ തിരിച്ചടവ് കൃത്യമായിരിക്കണം. ഈ ലോൺ നേരത്തെ അടച്ചു തീർത്താൽ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ട്, ഇത് കുറേ കേട്ടിട്ടുണ്ട്. സാറേ, എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും അനിയനും പിന്നെ എൻ്റെ 2 മക്കളാണുള്ളത്. 5 പേര്. ആഹാ, എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ജിമ്മുണ്ട്, പിന്നെ ഒരു 4-5 ഏക്കർ കൃഷിയുണ്ട്. ഭാര്യ ടീച്ചറാണ്, അനിയൻ കോളേജിൽ പഠിക്കുന്നു. കൃഷി എന്ന് പറയുമ്പോൾ കാർഷിക വായ്പ, ജിം എന്ന് പറയുമ്പോൾ ബിസിനസ് ലോൺ. ഏയ് അതല്ല. അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ, അതോ അനിയൻ എഡ്യൂക്കേഷൻ ലോൺ, അങ്ങനെ ഏതാ വേണ്ടത് പറഞ്ഞാൽ അതിന് ഡീറ്റെയിൽസ് ഞാൻ തരാം. എനിക്ക് ലോണൊന്നും വേണ്ട, ഞാൻ ഡീറ്റെയിൽസ് തരാൻ എന്താ? എന്ത് ഡീറ്റെയിൽസ്? ബാങ്ക് വരാണ് ഈ വർഷം സെൻസസ് എടുക്കുന്നതെന്ന് പത്രത്തിലുണ്ടായിരുന്നു. സെൻസെക്സാ? അല്ല, സെൻസസ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. എന്റെ പൊന്നു ചേട്ടാ, അതൊരു തീരുമാനം ആയിട്ടില്ല. നിങ്ങളായിട്ട് ഓരോന്ന് തുടങ്ങി വെക്കല്ലേ പ്ലീസ്. ഓ, അതെയോ? ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവിടെ എല്ലാവരോടും പറയുകയും ചെയ്തു. ഹലോ, സൂണ, ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തുട്ടാ. നീ ഇങ്ങനെ വീട്ടിലിരുന്നോ? സാറേ, ഇത് കേട്ടാ? ഒരാൾ വന്നാല് ആദ്യം എന്തിനാ വന്നതെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഇത് അതുപോലെ ഇരിക്കും. നമ്മൾ അനാഥരാണ്, ഗുണ്ട. സർ, ഇത് KGF ബാങ്കിൽ നിന്നാണ്. സാറിനൊരു പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ഉണ്ട്. ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആണ്. താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഞാൻ തരാം. മേഡം വരൂ, ഇരിക്കൂ. ക്യാഷ് എടുക്കാൻ വന്നല്ലേ? അതെ സാർ. എത്ര വേണ്ടി വരും? CH വന്നിട്ടില്ല. അയ്യോ സാറേ, ഞാൻ ഡെപ്യൂട്ടേഷൻ വന്നതാണ്. ഡെപ്യൂട്ടേഷൻ വന്നാണല്ലേ? ഇപ്പോഴാണോ വരുന്നത്? സാറേ, KSRTC-ലൊക്കെ കയറി വരണ്ടേ? പിന്നെ സാറേ, ഞാൻ നേരത്തെ പോകും കേട്ടോ. അത് പിന്നെ എങ്ങനെയാണല്ലോ. ഹലോ
ഗായ്സ്, ഞാൻ പൈസ എടുക്കാൻ ബാങ്കിലെത്തി ഗായ്സ്. ഞാൻ ഈ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ഗായ്സ്? എന്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ ടീമിന്റെ ജേഴ്സിയുടെ ആദ്യം നിറമാണ് ഇവിടുത്തെ പാസ്ബുക്കിന് ഗായ്സ്. എടാ മോനെ എന്താ ഇത്? ഇതൊന്നും ഇവിടെ പറ്റില്ല. ഓ ഗായ്സ്, മാനേജർ പൈസ എടുക്കാൻ പറ്റില്ല പറഞ്ഞു ഗായ്സ്. അതല്ല മോനെ, ഈ വ്ളോഗിംഗ് ഒന്നും ഇവിടെ പറ്റില്ല. അത് നിർത്തിയേ. ഓ ഗായ്സ്, ഇവിടെ സീന് ഡാർക്ക് ആണ് ഗായ്സ്. ഈ മാനേജർ ആളൊരു 90s വസന്തമാണ് ഗായ്സ്. നമ്മളെ പോലുള്ള ജെൻസിക്കാരെ കണ്ട ഇയാൾക്ക് ചൊറിച്ചിലാണ് ഗായ്സ്. ഓ ന്യൂ ജനറേഷൻ ജെൻസി. ഗുഡ് മോർണിംഗ് സർ, ഐ എം റിയ. ചന്ദ്രിക സോപ്പ് റെക്കമെൻഡ് ചെയ്ത റിയ ആയിരിക്കും. എനിക്കൊരു സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. കണ്ട നല്ല പരിചയമുണ്ടല്ലോ. ഇവിടെ നിന്നാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയത് സർ. സോ ജോലി കിട്ടിയപ്പോൾ അക്കൗണ്ട് ഇവിടെ തന്നെ ആവാന്ന് വെച്ചു. താങ്ക് യു സോ മച്ച് മാഡം. എവിടെയാണ് ജോലി കിട്ടിയത്? ബാംഗ്ലൂരാണ് സർ. ആക്ച്വലി ദുബായ് ബേസ്ഡ് കമ്പനിയാണ്. സർ, എനിക്കും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് ആൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളതല്ലേ? എന്നാലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാലോ. ആക്ച്വലി ഞാനും ബാംഗ്ലൂർ പോകാനുള്ള പ്ലാനിലാണ്. മാഡം, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത അക്കൗണ്ട് തന്നെ നമുക്ക് സാലറി അക്കൗണ്ടായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. സർ, എനിക്ക് നെക്സ്റ്റ് വീക്ക് അവിടെ ജോയിൻ ചെയ്യും വേണം. എനിക്ക് ഒരു ജോയിന്റ് അക്കൗണ്ട് ആയാലും മതി. സാറേ, നമ്മുടെ NRI കസ്റ്റമർ മണവളൻ സാർ വരുന്നുണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്ന് അറിയാമോ? അബ്ദുള്ള, ഇത് ഷെയ്ഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈ എന്നാ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഇടത്തോട്ടാണല്ലോ. നിങ്ങൾക്ക് വേണ്ടത് പണമാണ്. എന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ളതും പണമാണ്. സാറുടെ മക്കളുടെ ഭാഗ്യം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ്. അച്ഛനും ഒരു ക്രോണിക് ബാച്ചിലർ ആയിരുന്നു. സാറിന് കഴിക്കാൻ എന്തേലും? 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഗേൻ. യുദ്ധമൊക്കെ അല്ലേ സാർ? കുഴപ്പമില്ലല്ലോ. അതൊക്കെ സാധാരണക്കാർക്ക്. കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസ സമ്പന്നനും കോടീശ്വരനുമായ എനിക്ക് അതൊരു പ്രശ്നമല്ല. മണവാളൻ സാർ ഇവിടുത്തെ നമ്മുടെ HNI കസ്റ്റമറാണ്. ഞാനും ഇവിടത്തെ പറഞ്ഞ പോലത്തെ എന്തൊക്കെയോ കസ്റ്റമറാണ്. സാർ, റിയയുടെ കമ്പനിയും ദുബായ് ബേസ്ഡ് ആണ്. ഓഹോ, അപ്പൊ നമ്മൾ ഒരേ രാജ്യക്കാരായി അല്ലേ? മിസ്റ്റർ മാനേജർ, എനിക്കൊരു 2 lakhs ദിർഹം അല്ല, ഒരു 20 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ വെള്ള സ്കീം ഉണ്ടെങ്കിൽ പറയൂ. ഉണ്ട് സാർ, ഉണ്ട്. ഇതൊക്കെ എന്ത്? മാനേജർ സാറേ, ഒരു 25 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്കീം വല്ലതുമുണ്ടെങ്കിൽ എനിക്കും വേണം. 25 lakhs? നീയാ? സോറി, നിങ്ങളാ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മാനേജർ, 40 ലക്ഷത്തിന്റെ സ്കീം ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോളൂ. എന്നാ എനിക്ക് 50 ലക്ഷം. സാറേ, ഇത് എങ്ങോട്ടാ ഈ പോകുന്നത്? ഒരു വർഷത്തെ ടാർജറ്റ് ഇന്ന് ഒരു ദിവസം കൊണ്ട് അടിക്കും ഞാൻ. അങ്ങനെയാണെങ്കിൽ 70 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തോളൂ. ഇതൊക്കെ എനിക്ക് പാട്ട് പാടുന്ന പോലെയാണ്. പാട്ട് പാടാൻ പറ്റിയ ആള്. സാറ് പാടൂ? സംഗീതം പഠിക്കണമെന്ന മോഹമായി. ഓ, ഞാൻ വിഷയത്തിൽ നിന്നും തെണ്ടി മാറി. മാനേജർ, ഒരു പാട്ട് വെച്ച് തന്നാ. സാറേ, ഞാൻ ഇവിടെ വന്നിട്ട് എത്ര നേരമായി നിങ്ങളെ കാണാൻ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ തമാശ കളിക്കാണോ? അയ്യോ മാഡം, അങ്ങനെയൊന്നുമല്ല. സാറേ, ഒരു 5 മിനിറ്റ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് മൈ പ്രഷർ. ഞാൻ ചെക്ക് എടുക്കാൻ മറന്നുപോയി. ഞാനത് എടുത്തിട്ട് വരാം. ദുബായിലെ കുറച്ച് കാര്യങ്ങൾ കുട്ടിയോട് എനിക്ക് പറയാനുണ്ട്. വരൂ. ആഹാ, ഞാനും വരും. ബാക്കിയുള്ളവർക്കും തിരക്കുണ്ട്. ഞാനൊരു FD ക്ലോസ് ചെയ്യാൻ വന്നതാ. അയ്യോ ടീച്ചർ, എന്ത് പറ്റി? FD ക്ലോസ് ചെയ്യണമെന്നുണ്ടോ? നമുക്ക് ഓടിയാക്കിയാൽ പോരെ? എന്റെ പൈസ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യാനുള്ള സൗകര്യം ചെയ്താൽ മതി. ഓക്കെ. ടീച്ചർ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ക്ലോസ് ചെയ്യാം. ഒരു മിനിറ്റ്. ഹലോ, ഒരു 10 മിനിറ്റ്. അതെ, ആ പൈസ ഈ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇത്ര എമൗണ്ട് ഈ അക്കൗണ്ടിലേക്ക് മാറ്റണോ? ഇതാരാ മാഡം? ആരായാ നിങ്ങൾക്ക് എന്താ? പൈസ അയക്കാൻ പറഞ്ഞാൽ പൈസ അയച്ചാൽ മതി. സാറേ, ഞാൻ വന്നപ്പോൾ തൊട്ടേ ശ്രദ്ധിക്കുന്നുണ്ട്. ടീച്ചർ വല്ലാത്ത ടെൻഷനിലാണ്. സാധാരണ വന്നതും നമ്മളെ വിഷ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറയുന്ന ആളാണ്. ഇന്ന് വന്നപ്പോൾ തൊട്ട് ഫോണിൽ സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഞാനത് ശ്രദ്ധിച്ചു. ഫോൺ താഴെ വെച്ചിട്ടില്ല. നമുക്ക് ചോദിക്കാം, വാ. മാഡം, ഒരു കാര്യം ചോദിക്കട്ടെ? ആർക്കാണ് ഇത്രയും വലിയ തുക അയക്കുന്നത്? നിങ്ങളുടെ അക്കൗണ്ടിൽ മുഴുവൻ പൈസ ഉണ്ടല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ബാങ്കുകാർ ഇങ്ങനെ, ഇത് സ്ഥിരമാണ്. പൈസ എടുക്കാൻ സമ്മതിക്കില്ല. മാഡം ആരോടാ സംസാരിക്കുന്നത്? ഞാനോ? ആരോടുമില്ല. ടീച്ചർ ആർക്കോ വേണ്ടി ആരോ പറയുന്നത് പോലെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ ഫോണെന്ന് കാണിച്ചേ. മാഡം, ഒരു കാര്യം ചെയ്യ്, ആ കോൾ ഒന്ന് മ്യൂട്ട് ആക്കിയിട്ട് പറ. സാറേ, എത്രയും പെട്ടെന്ന് പൈസ ഒന്ന് അയക്ക്. ഈ കോൾ കട്ടാക്കി അവരെന്നെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റോ? അതെ, എന്റെ പേരിലൊരു കൊറിയർ വന്നിട്ടുണ്ട്. അതിൽ മയക്കുമരുന്നാണെന്ന്, രാജ്യദ്രോഹ കുറ്റമാണെന്ന്. പൈസ തന്നില്ല എനിക്ക് പേടിയാണ്. വീട്ടിലെങ്ങാനും അറിഞ്ഞാ പിന്നെ. ടീച്ചർ പേടിക്കണ്ട. ടീച്ചർ, ആ ഫോണിൽ തന്നെ. हेलो, നിങ്ങൾ ആരാണ്? मुझे पता है कि तुम कौन हो और तुम्हारा क्या इरादा है. You are just a fraud. ആരാ സാറേ അത്? ടീച്ചറെ, ഇതൊരു ഫ്രോഡ് പരിപാടിയാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്നാണ് ഇതിനെ പറയുക. അയ്യോ, അവർ ആന്റി നാർക്കോട്ടിക്സ് അല്ലെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ സ്ഥിരം നടക്കുന്നതാണ് ടീച്ചറെ. ഇങ്ങനെ പല രീതിയിൽ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഷോ, എൻ്റെ പൈസ പോകേണ്ടതായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് സാറേ.
ഞാൻ ആ ടെൻഷനിൽ വളരെ മോശമായിട്ട് പെരുമാറി. സാരല്ല ടീച്ചറെ, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതുപോലെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനിയും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു ടീം തന്നെയുണ്ട്. ഹെഡ് ഓഫീസിലുള്ള സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനെ ഇപ്പൊ തന്നെ അറിയിക്കും. അങ്ങ് ദുബായിലൊക്കെ ഇങ്ങനെ നടന്നാൽ അപ്പൊ തന്നെ അൽ പത്തലൂരി അടിക്കണമെന്നാണ് താർമരുഭൂമിയിലെ നിയമം. നമ്മളുടെ ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരു പാവം ടീച്ചറെ ഫ്രോഡിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ഗായ്സ്. എന്തുകൊണ്ടാണ് ഇവരെ കൗണ്ടറിലെ കാവൽക്കാർ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി ഗായ്സ്. നമ്മുടെ പൂക്കി മാനേജർക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം ഗായ്സ്. ഒരു രാജ്യത്തെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അവിടുത്തെ സാമ്പത്തിക അടിത്തറ പൊളിക്കുക എന്നതാണ്. അതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മളിൽ പലരെയുമായിരിക്കും. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് നമ്മുടെ മുന്നിൽ അവരെത്തും. ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മളിലൂടെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്.